നമസ്കാരം. എല്ലാവർക്കും നീവ് അക്കാദമിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നാം ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ PSC JLT ഹിന്ദി പരീക്ഷ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 1 ഹിന്ദി ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ് നാം. ഈ അവസരത്തിൽ ഇനി എങ്ങനെ തുടങ്ങാനൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാര്യമുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഞാനിവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ വരുന്ന ഹിന്ദി പരീക്ഷ എങ്ങനെ ഇനി നമുക്ക് ക്രാക്ക് ചെയ്യാം, അഥവാ ആദ്യ 10 റാങ്കിൽ എത്താം എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങളായിട്ട് 1-2 വർഷമായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്ന ആളാവാം. അതല്ല, ഇപ്പോൾ കേട്ടിട്ട് പാസ്സായിട്ടുള്ള ആളാവാം. ഇപ്പൊ കേട്ടിട്ട് പാസ്സായ ആളുകൾ അല്ലെങ്കിൽ ഇതുവരെ നോക്കി തുടങ്ങാത്ത ആളുകൾ ആയിരിക്കാം. ഇവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സാറേ, ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്തുമോ? ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം? ഇനി കിട്ടുമോ? 2 വർഷമായിട്ട് ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, ഞങ്ങൾ ഇനിയിപ്പോ തുടങ്ങിയാൽ എന്താവും? നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് അവസാനം വരെ കാണുമ്പോൾ ഈ PSC പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ധാരണ നിങ്ങൾക്ക് കിട്ടുകയും മാത്രമല്ല, എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണമെന്നും ഞാൻ കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. സമയം ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തിയാണ് വിജയിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്തുള്ള സമയം എന്ന് പറയുന്നത് വെറും 2 മാസമാണ്. ഈ 2 മാസം കൊണ്ട് എങ്ങനെ നമുക്ക് ഇത് നേടിയെടുക്കാം എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വെറും 2 മാസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാമെന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. അതിലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 മാസം കൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഞാനത് സിലബസ് വെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സിലബസ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഇനി സമയമല്ല. ഇപ്പം നോക്കി തുടങ്ങുന്ന ആളുകൾ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സിലബസ് ആണ്. 20 മാർക്ക് ജനറൽ നോളജ്, GK, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയവ ചോദിക്കുന്നു. 80 മാർക്ക് നമ്മുടെ PSCയുടെ നമ്മുടെ ടോപ്പിക്കാണ്. ഇനിയിപ്പോ ഇത് പഠിച്ചാൽ എത്തുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എത്തും എന്നാണ്. എന്തെത്തും? പാസ്സാവുമല്ല, ആദ്യ 10-20 റാങ്കിന്റെ ഉള്ളിൽ എത്താൻ എന്ത് ചെയ്യണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ടീച്ചറെ, ഇതിങ്ങനെ വാചകം അടിച്ചതുകൊണ്ട് കാര്യമല്ലല്ലോ. ഞാൻ ഇവിടെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ഈ കോച്ചിങ്ങിലൂടെ 1 റാങ്ക് മുതൽ 1 മുതൽ 5 വിവിധ റാങ്കുകൾ കരസ്ഥമാക്കി നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് ഈ കേരളത്തിലെ സർക്കാർ സർവീസിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ടും UP ടീച്ചറായിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കും സാധിക്കും. അതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയാം. നമുക്ക് ആദ്യമായി ഈ PSC പരീക്ഷയുടെ സിലബസ് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. ടീച്ചറെ, ഈ സിലബസ് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ പഠിക്കണമെന്ന് ഞാനിവിടെ പറയാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സിലബസ് എന്ന് പറയുന്നത്, ഒറ്റ മിനിറ്റ്, JLT സിലബസ് എവിടെ PSC JLT സിലബസ്. ഓക്കെ ടീച്ചറെ, ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാനിവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. നമുക്കിവിടെ കാണാം 20 മാർക്ക് കറണ്ട് അഫയേഴ്സ്, GK. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കോളൂ. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ സിലബസ്. ഇത് എടുത്താൽ തീരോ എന്ന് ചോദിക്കുന്നവരോടാണ് എൻ്റെ മറുപടി. ഇപ്പോൾ നമുക്ക് സിലബസ് എന്ന് പറയുന്നത് 7 മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൊഡ്യൂൾ 1 ഇവിടെ കാണാം. മൊഡ്യൂൾ 1 അതേപോലെ 7 മൊഡ്യൂളാണെന്ന് ഇതിൽ കാണാം. സമയം കളയണ്ട, നമുക്ക് കൃത്യമായി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഈ 7 മൊഡ്യൂൾ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ്. ഈ മൊഡ്യൂൾ നമ്മൾ കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ ഇതിൽ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നത്. മൊഡ്യൂൾ ഇത് മാത്രം പോരാ, ഇതിൻ്റെ അപ്പുറത്തേക്കും നോക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നോക്കൂ ടീച്ചറെ, ഇതിൽ 100% PSC പരീക്ഷയ്ക്ക് വരുന്നത്, ഇതിൻ്റെ അകത്ത് 100% വരുന്ന ഏരിയകളുണ്ട്. 12 മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, 12 മാർക്ക് അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ 100% എങ്ങനെ പഠിക്കണം? കറ കളഞ്ഞ് പഠിക്കണം. ഇപ്പൊ നോക്കൂ, PSC ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആധുനിക കാലം നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ആധുനിക കാലത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കുന്നതിന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ആൻഷ്യന്റ്, ആദ്യകാൽ കുറച്ചേ ഉള്ളൂ.
റാസോ സാഹിത്യ, ലൗകിക സാഹിത്യ, ഇതൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എന്താവാം കവർ ചെയ്യാൻ പറ്റും. അതേപോലെ ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഇവിടെ ഈ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് പ്രശ്നം ഉണ്ടാക്കുക. ഛായാവാദ് വലിയൊരു ടോപ്പിക്കാണ്. പ്രഗതിവാദം ഉണ്ട്, പ്രയോഗവാദം ഉണ്ട്, നൈ കവിത, അതേപോലെ സമകാലീൻ കവിത. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന നൈ കവിത ആൻഡ് സമകാലീൻ കവിത, ഇതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ PSCക്ക് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. കാരണം 2000 വരെ, അപ് ടു 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള ഏത് കവിനെ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് ഇത് നോക്കിക്കേ, ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് 12 മാർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഹിന്ദി ഭാഷയുടെ ഉദ്ഭവം, ബോലി, ഏതൊക്കെ ബോലിയിൽ നിന്നാണ് അതിൻ്റെ ഇതുണ്ടായിരിക്കുന്നത്, ഇത് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ ആകെ 4 ദിവസം മതി. ഒറിജിൻ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ്, അപ്പൊ ഇങ്ങനെ 12 മാർക്ക് പറയുന്ന ഈ ഏരിയ, 100% ചോദിക്കുന്ന ഏരിയ കറ കളഞ്ഞ് നമ്മൾ പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതേപോലെ ഗ്രാമർ, ഈ ഗ്രാമറിന് ഒറ്റാഴ്ച മതി 12 മാർക്കിന്റെ ഈ ഒരു ഏരിയ കരസ്ഥമാക്കാൻ. 24 മാർക്കിന്റെ ഏരിയ 10-12 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അതേപോലെ കാവ്യശാസ്ത്രത്തിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന രസ്, അലങ്കാർ, രീതി, അനുപ്രാസ്, ഉപമ, ഉത്രേക്ഷ, അതുപോലെ ദോഹ, ചൗപ്പായി, സോരട്ട, ഇതിന് വേണ്ടത് എത്ര ദിവസമാണ്? 7 ദിവസം മതി. ഇത് ഞാൻ പറയുന്നത് ക്രാഷ് കോഴ്സ് ആയിട്ട് ചെയ്യാനല്ല, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇനിയിപ്പോ ആളുകൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്, എന്താണെന്നറിയോ? ആകെ അങ്കലാപ്പിലായിട്ട്, ഹലോ ഹലോ ടീച്ചറെ നോക്കിക്കോളൂ കേട്ടോ, ആകെ ഒരു അങ്കലാപ്പായിരിക്കും. എന്നിട്ട് അവിടെ കുറെ നോക്കും, ആദ്യകാലം കുറെ അത് പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല, അത് കുറെ നോക്കും, പിന്നെ രീതികാലം കുറെ മാന്തി എടുക്കും, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ആധുനിക കാലം കുറെ മാന്തി, ഇങ്ങനെ 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 ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒരു ഹറി ബറി ആയിട്ട് പഠിക്കാം, അതിനോട് കാര്യം ഉണ്ടാവില്ല ടീച്ചറെ. നമ്മളിനി എത്ര, ഇപ്പൊ ചില ആളുകൾ പറയുന്നത് 2 വർഷമായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളുണ്ട് PSCക്ക്. എന്താ കാര്യമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 വർഷവും ഇനിയിപ്പോ 4 വർഷമായിട്ടും PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ PSC ഒരു ചോദ്യം ഇവിടെ തന്നാൽ 4 ഓപ്ഷനിൽ ഒരു ഉത്തരം അവന് കണ്ടെത്താൻ കഴിയണം. അതിന് ഇപ്പോ ഉള്ള ഈ മൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുക. ചൂടോടെ പഠിക്കുക, ചൂടോടെ പോയിട്ട് എഴുതുക, അതുണ്ടായിരിക്കണം. എത്ര തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ മറന്നുപോകും. ഇപ്പൊ 2 മാസത്തെ കോച്ചിങ് ആയിക്കോട്ടെ, ആദ്യത്തെ 1 മാസത്തെ ചോദിച്ചു നോക്കേണ്ടി അറിയില്ല. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പ്രാക്ടീസാണ്, നിരന്തരം പ്രാക്ടീസ്. അപ്പൊ ഈ പറഞ്ഞ സംഗതി ഞാൻ പറയുന്നത്, ഒരു 5 മൊഡ്യൂൾ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ 1 മാസം കൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് തീർക്കാൻ പറ്റും. ഇത് അതിന് മാത്രമല്ല, ഈ പറയുന്ന സംഗതി അതിന് മാത്രമല്ല. ഈ 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഇതിൽ പറയുന്ന ലിറ്റററി തോട്ട്സ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ, കാവ്യശാസ്ത്രം ഓരോരുത്തരുടെ കോട്ടിങ്സ് ഒക്കെയാണ് വളരെ ബുദ്ധിമുട്ടായി വരുന്നത്. ഏതെങ്കിലും ഒരു 2 ലൈൻ തന്നിട്ട് അതിലെ ചന്ത ഏതാണ്, അലങ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ ഈ 10 മാർക്ക് നമുക്ക് കരസ്ഥമാക്കാം. അതിന് 7 ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായാൽ മതി. ഗ്രാമർ വളരെ സിമ്പിളാണ്. ഗ്രാമർ പഠിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ, സഖ്യ, സർവനാം, വിശേഷൻ, നീവ് അക്കാദമി അനുവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ നമ്മൾ അവർക്ക് കണ്ടന്റ് സഖ്യയുടെ ക്ലാസ് കൊടുക്കുന്നു, സർവനാമത്തിന്റെ കൊടുക്കുന്നു. പിന്നെ പോരാത്തതിന് എന്ത് ചെയ്യുന്നു, വർക്ക് അവർക്ക് നമ്മളൊരു ആപ്പിൽ ക്ലാസ് നടത്തുന്നു, അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കുന്നു. ഞാനത് നിങ്ങൾക്ക് കാണിക്കാം ടീച്ചറെ. അപ്പൊ ഇവിടെ ഈ സംഗതി പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷം ഉണ്ടാവുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യാം. അപ്പൊ 100% വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ 5 മൊഡ്യൂള്. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഈ മൊഡ്യൂള്, പ്രാചീനോ ഇതേപോലെ PSCക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ടീച്ചറെ. പ്രാചീന സാഹിത്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. പ്രാചീന സാഹിത്യം സൂർദാസ് ഉണ്ട്, തുളസീദാസ് ഉണ്ട്, ജയസി ഉണ്ട്, അതേപോലെ ഛായാവാദിലെ സ്തംഭങ്ങൾ, ഇതൊന്നും അവർക്ക് മാറ്റാൻ പറ്റൂലല്ലോ. സമകാലീന ആധുനികത്തിലേക്ക് വരുമ്പോഴാണ് നാടക്, ഉപന്യാസ്, കഹാനി, ഇങ്ങനെ പറഞ്ഞിട്ട് പുതിയ ആളുകൾ വരുന്നത്. അവിടേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട എന്നല്ല, അത് ഏത് ചോദിച്ചാലും എത്ര പഠിച്ചാലും നമുക്കറിയാത്തത് PSCയിൽ ഉണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 100% വരുന്ന ഏരിയകൾ ഉറപ്പിച്ചു പഠിക്കാം. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് എവിടെയെങ്കിലും പറയല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂള് കവർ ചെയ്യുക എന്ന് കൂടിയാണ്. അങ്ങനെ ചെയ്തെങ്കിലേ ഇത് നമ്മളെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പം ഈ പഠിക്കേണ്ട രീതി ഇപ്പം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള ഒരു പഠന രീതിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്.
അപ്പോൾ ഈ വരുന്ന ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചേരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പഠന രീതിയുടെ റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. വെറുതെ ഒന്നല്ല, ഈ കഴിഞ്ഞ 2023-ലും 2022-ലും ഒക്കെ PSC നടത്തിയ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. 5 കൊല്ലം മുമ്പുള്ളതല്ല ഇത്. അതുകൊണ്ടാണ് നീവ് അക്കാദമിയിൽ 1-ാം റാങ്കും 5-ാം റാങ്കും 9-ാം റാങ്കും 24-ാം റാങ്കും ഒക്കെ വാങ്ങി ഇന്ന് നിരവധി ആളുകൾ സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത്. അക്കാദമിയോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാം. കൃത്യമായ പഠന രീതി നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ എടുത്താൽ എന്താണ് സാറേ, എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സംഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുകയാണ്. ഇവിടെ ചേരുന്നതിനുള്ള ബെനഫിറ്റ്, ഉപകാരം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഒന്ന്, ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് ടീച്ചറെ നമ്മുടെ സൗകര്യത്തിന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിന് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആവാം, പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പകല് പണിയുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, രാത്രി വന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്കിവിടെ കിട്ടുക. ഒരു കാര്യം പറയാം, ഇപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെ നൽകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളൊരു ആപ്പിലാണ് ഈ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലൈവ് ക്ലാസ് ഡെയിലി ക്ലാസ് ആണ്, ഇനിയൊന്നുമില്ല. അപ്പൊ എത്ര മണിക്കൂറാണ്? 2 മാസത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 4 മാസത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ല. നോക്കൂ, ഡെയിലി ക്ലാസ് എന്ന് പറയുമ്പോൾ 1 അവർ മോർണിംഗ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആഴ്ചയിൽ 6 ദിവസം എടുക്കുകയാണെങ്കിൽ 6, 4, 24 അല്ലേ? ആഴ്ചയിൽ 6, 12, 12, 24 മണിക്കൂർ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 12, 12, 12, 24 മണിക്കൂറായോ ഒരു മാസം? അപ്പൊ 2 മാസം 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 48 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നു, മോർണിംഗ് മാത്രം. രാത്രി നമ്മൾ 5 ദിവസം, 4 ദിവസം ഉറപ്പായിട്ട് കോച്ചിങ് ഉണ്ടാവും. 4 ദിവസം 1.5 മണിക്കൂർ വെച്ച് പറയുകയാണെങ്കിൽ 3, 3, 6. അപ്പൊ 6 മണിക്കൂർ രാത്രിയും ആഴ്ചയിൽ കിട്ടുന്നു. 4, 6, 24, 24 ഒരു മാസം. അതേപോലെ 2 മാസം 48 എന്ന് പറയുമ്പോൾ 48, 48, 96 മണിക്കൂർ ക്രാഷ് കോഴ്സാണ് ലഭിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ 4 മാസത്തെ ട്രെയിനിങ് ആണ്. 4 മാസത്തെ പോരാത്തതിന് ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 അല്ല 2 അല്ല 45ഓളം ക്ലാസ്സുകൾ നമ്മൾ ഈ ആപ്പിൻ്റെ ഇതൊന്ന് ഇവിടെ കാണിക്കാം ടീച്ചറെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയാൻ പറ്റും. ഇതിൻ്റെ ടീച്ചറെ നമ്മൾ ക്ലാസ് നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ആപ്പിലാണ്, ടീച്ച് മിന്റ് ട്യൂഷൻ ആപ്പ്. അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാ നമ്മുടെ ഈ പുതിയ ബാച്ചാണ്. ഇതിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പം ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ ബാച്ച്, ഇതുവരെ കഴിഞ്ഞ ബാച്ച്, ഹൈസ്കൂൾ ബാച്ച്, JLT ബാച്ച്, അവർക്ക് കൊടുത്തിരിക്കുന്ന പരീക്ഷയുടെ കംപ്ലീറ്റ് മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് ലെക്ചറായിട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഗ്രാമറിൻ്റെ ക്ലാസ്സിൻ്റെ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നോട്ട് പിറ്റേന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ ക്ലാസ് മിസ്സാവില്ല എന്നർത്ഥം. ഇതിപ്പോൾ ഗ്രാമറിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സാണ്. അതേപോലെ ലെക്ചർ എന്നിവിടെ പറഞ്ഞ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞിരിക്കുന്ന ക്ലാസ്സാണ്. കണ്ടോ, രാമാനന്ദിനെ പറ്റി ഇവിടെ വിശദീകരിക്കുന്നു. ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഇതിൽ ഈ ആപ്പ് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിറ്റേന്ന് വരുമ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ കാണുന്നതൊക്കെ, ഈ കാണുന്ന ഫോൾഡർ ഇപ്പോൾ കണ്ടോ, സൂഫി കാവ്യ, ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മുടെ പണി. അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് തന്നെ 100-ലധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സാം നടത്തിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ സമയം വെച്ച് നോക്കാനും വർക്കൗട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇത് ഓൺലൈൻ ക്ലാസ്സിലല്ലാതെ എവിടെ കിട്ടുക? കൊണ്ട് നടന്ന് ഈവൻ യാത്രയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പം ഇതൊരു സൂഫി കാവ്യമാണ് ഞാൻ പറയുന്നത്. 2 ഫോൾഡറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 100-ലധികം ക്വസ്റ്റ്യന് ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പഠിക്കലല്ല പ്രാധാന്യം. 102 ക്വസ്റ്റ്യനാണ് സൂഫി കാവ്യത്തിൽ നിന്ന്. ഇങ്ങനെ ഓരോ കാവ്യധാരയും നിങ്ങൾക്ക് ഇവിടെ
കാണാൻ പറ്റും. ഓരോ കാവ്യധാരയും ഇവിടെ കാണാൻ പറ്റും. ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, താഴോട്ട് ഭക്തികാലുണ്ട്, ആദികാലുണ്ട്. കണ്ടോ, സിലബസ് ഇവിടെ കാണാൻ പറ്റും. ക്രിയയുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഹിന്ദി ഭാഷയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, കഹാനി ഉണ്ട്, ഉപന്യാസം ഉണ്ട്. ഇതെല്ലാം ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് നോക്കാം എന്നുള്ളതാണ്. കൃഷ്ണകാവ്യ ഇവിടെ കാണാം, ആധുനിക കാൽ, കൃഷ്ണകാവ്യ, രാമകാവ്യ, എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഗ്രാമറിന് നമ്മൾ സെപ്പറേറ്റ് ലിങ്കാണ് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ നൽകുക എന്നുള്ളതാണ്. ഗ്രാമറിന് സെപ്പറേറ്റ് ലിങ്ക് ഇവിടെ കാണാം. ഗ്രാമറിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, ഗ്രാമർ ടെൻസിൻ്റെ ഒരു ക്ലാസ് തന്നെ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും. സൗകര്യപ്രദമായ സമയത്ത് നോക്കി പഠിക്കാം. അതിൻ്റെ പുറത്താണ് ഈ പറഞ്ഞിരിക്കുന്ന 98 മണിക്കൂർ, 100 മണിക്കൂർ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഇതുപോലെ ഇതിലേക്ക് എത്താൻ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ എക്സാം നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കൂ, എക്സാം PSC നടത്തുന്ന അപ്ഡേറ്റഡ് ആണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ PSC നടത്തുന്ന അതേപോലെ ടൈം വെച്ചിട്ട് മൈനസ് മാർക്ക് വെച്ച് നടത്തിയിരിക്കുന്ന എക്സാം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഒരു എക്സാം നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നതാണ്. 54 സ്റ്റുഡൻസ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഇവരുടെ മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളത് തന്നെ. ഇപ്പോൾ ഒരു ടീച്ചർ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഇതിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കറക്റ്റ് ആൻസർ ഏതൊക്കെയെന്ന് ഇവിടെ കാണാം. റോങ്ങിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈലിൽ ലഭിക്കും. അപ്പം അപ്ഡേറ്റഡ് ആയിട്ട് PSC നടത്തുന്ന അതേ രൂപത്തിൽ ടൈം വെച്ചിട്ട് പരീക്ഷ നമുക്ക് ചെയ്യാം. വീക്കിലി 2 മെഗാ എക്സാം നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഡെയിലി 1-ാം തീയതി മുതൽ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. പോരാത്തതിന് അതൊക്കെ നിങ്ങളുടെ സമയം അനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ. അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യന് ഏതൊക്കെയാണെന്ന് ഒറ്റ ക്ലിക്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇനി ഓൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റി ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥിയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എന്താണ് C ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഉത്തരം D ആണ്. അല്ലാത്തതൊക്കെ ശരിയാക്കിയത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക എക്സാം സിസ്റ്റം ഇവിടെ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ ഇത് പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സംഗതി ഉപയോഗപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. ഇതിൽ കിട്ടിയിരിക്കുന്ന മാർക്കുകൾ ഇവിടെ കൃത്യമായിട്ട് അപ്പം തന്നെ വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതും ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ഇപ്പം ഇതിൻ്റെ റിപ്പോർട്ടിംഗ് എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ അറിയാൻ പറ്റും ഏതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, അല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഏത്. ഇതൊക്കെ റാങ്ക് ലിസ്റ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഈ ഉള്ള മാസം ഇനി വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാവുമെങ്കിൽ ഞാൻ പറയുന്നു നമുക്കിത് നേടിയെടുക്കാം. അല്ലാതെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അതും കൂടി നിങ്ങൾ പറ. ഒന്നും ചെയ്യാത്തവന് ഒന്നുമില്ല. ഇനിയുള്ള 2 മാസം നമ്മൾ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സംഗതി. ഇപ്പോൾ ഒരു ഇതും കൂടി പറയാണ്. കഴിഞ്ഞ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഇതേപോലെയായിരുന്നു, സമയം ഉണ്ടായില്ല അല്ലേ. നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് വന്നു, ഉടനെ തന്നെ കൺഫർമേഷൻ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 45 ദിവസമാണ്. ഇപ്പം നമുക്ക് 2 മാസമുണ്ട് ടീച്ചറെ. ഹൈസ്കൂളിലെ ടീച്ചർക്ക് ഇതേപോലെ 2 മാസത്തെ ക്രാഷ് കോഴ്സ് നമ്മളിവിടെ നൽകിയിട്ട് അതിൽ നിന്നാണ് കുട്ടികൾ ലിസ്റ്റിലെത്തിയത്, അതിൽ നിന്നാണ് ജോലി നേടിയത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എത്രയോ കാലത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഗുണം എന്ന് പറയുന്നത് ഈ വരുന്ന പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യന് ആൻസറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ ക്വസ്റ്റ്യന് നമ്മളിവിടെ നടത്തി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ കാണുന്നത് കണ്ടോ, ഇതിങ്ങനെ PDF ആയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പറ്റിയ രൂപത്തിൽ ഇവിടെ ഉണ്ടാവും. ധ്വനി സിദ്ധാന്ത് കെ പ്രവർത്തക ആചാര്യ കോൻ ഹെ, വക്രോത്തി സമ്പ്രദായക്ക് പ്രവർത്തക്. ഇങ്ങനെ ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ ഒത്തിരി പേര് ക്രാഷ് കോഴ്സ് ഉണ്ടോ സാറേ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ക്രാഷ് കോഴ്സ് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ നമ്മൾ ക്രാഷ് കോഴ്സ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. പരീക്ഷ വരെ നീളുന്ന ഒരു 90-ലധികം മണിക്കൂർ നീളുന്ന ക്ലാസ്സുകളും അതിൻ്റെ പുറമെ 10-45 വീഡിയോസും നിരവധി ഇതുവരെ പരീക്ഷയ്ക്ക്
ചോദിച്ചു വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ നിങ്ങൾക്ക് നൽകുകയാണ്. സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചറെ, ഇനിയൊരു PSC എക്സാമിന് നമ്മൾ ചിലപ്പോൾ 5 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ഇനിയുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ട് കാര്യമല്ല, ആദ്യ റാങ്കുകളിൽ എത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീവ് അക്കാദമി നിങ്ങളെ നിങ്ങൾ വേറെ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുന്നവരാവാം. എന്ത് തന്നെ ആയാലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ക്ലാസ്സിൻ്റെ പുറമെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിരന്തരം നിങ്ങൾക്ക് ചെയ്തു പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നീവ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യം ഇതേപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൃത്യമായ ഒരു പഠന രീതി നമുക്കുണ്ട്. കൃത്യമായി പ്ലാൻ ചെയ്തെടുത്ത ഒരു ലേണിംഗ് സിസ്റ്റം, അതേപോലെ സിലബസിൽ നിന്ന് എവിടുന്ന് എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ മൊഡ്യൂള് കൃത്യമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 1-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. ആദ്യ 10 റാങ്കിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്.